ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് സ്കിൻ കെയർ ആണ് കേട്ടോ. അത്യാവശ്യം എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ ഡ്രൈനസും കുരുക്കളും ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ കുരുക്കൾ നിറയുണ്ട്. സംഭവം എനിക്ക് തലയിൽ താരനുണ്ട്. ചെറിയ രീതിയിൽ താരം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പൊടി പോലെ. അത് ഒന്നാമത് ഡ്രൈ സ്കാൽപ്പായതിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് മാസ്കും ഇത് നാച്ചുറലായിട്ട് ചെയ്യാം. അപ്പോൾ അതായിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പായ ഒരു ചെറിയ കഷ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തവണ ഞാൻ പപ്പായ രാത്രിയിൽ ജസ്റ്റ് ഇങ്ങനെ തേച്ച് നോക്കി. അപ്പോൾ എനിക്ക് അത്ര പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് തേച്ച് കഴിഞ്ഞാൽ ഞാൻ കഴുകി കളഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എനിക്ക് മുഖത്ത് നല്ല വ്യത്യാസം തോന്നി. കുരുവൊക്കെ നല്ല താന്ന പോലെ തോന്നിയിട്ടാ. അപ്പോൾ ശരി, ഇനി വീഡിയോ എടുത്തേക്കാം വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ നമ്മുടെ പപ്പായനെയും നമ്മുടെ അലോവേരനെയും കൂടി നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സിയിൽ അടിക്കണം വിചാരിച്ചു കേട്ടോ. പക്ഷേ കുഞ്ഞ് ഉറങ്ങണയാണ്. ആൾ ഉറങ്ങുമ്പോഴേക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ നല്ല പഴുത്ത പപ്പായ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ഓടഞ്ഞു കേട്ടോ. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഹൈഡ്രേറ്റ് ചെയ്യാൻ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഈ പപ്പായയും വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പപ്പായയും ഈ അലോവേരേൻ്റെ ഗ്രീൻ ലീഫുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ജെല്ല് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് പപ്പായ. അത്യാവശ്യം എല്ലാവിടെയും തേച്ച് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ സ്കാനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുകി കളഞ്ഞായിരുന്നു. പപ്പായൻ്റെ ഇതും തലയിൽ തേച്ചൊക്കെ കഴുകി കളഞ്ഞു കേട്ടോ. അപ്പോൾ അത്യാവശ്യം മുടി ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഡാൻഡ്രഫൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ തൈര് മാത്രം തലയിൽ തേക്കും കേട്ടോ. അപ്പോഴും എനിക്ക് വാഷ് ചെയ്ത് ഒരുപാട് നേരം ഞാൻ തേക്കില്ല, കാരണം എനിക്ക് നീരിറക്കമുള്ളതുകൊണ്ട് ഒരുപാട് നേരം വെക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്തിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല. എൻ്റെ ഡാൻഡ്രഫ് പോയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ എല്ലാം ഓക്കെ ആയി സെറ്റായിട്ടുണ്ട്. പിന്നെ മുഖത്തിലെ കുരു അത് മെല്ലെ മാറുള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു വലിച്ചിലുണ്ടായിരുന്നു ഫേസിൽ, ഭയങ്കരമായിട്ട് ഡ്രൈ ആവണേൻ്റെ അതൊക്കെ മാറി സെറ്റായിട്ടാണ്. നല്ല ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, പിന്നീട് വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ കേട്ടോ.